നമസ്കാരം. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ബിഗ് ബോസ് സീസണുകളിൽ എക്കാലവും ഓർത്ത് വെക്കാവുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ പേരാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സീസൺ 4-ൽ ഏറ്റവും അധികം ഫാൻ ബേസ് ഉണ്ടായ, അല്ലെങ്കിൽ ഫാമിലി എന്നറിയപ്പെടുന്ന വലിയൊരു കൂട്ടം ഫാൻ ബേസ് ഉണ്ടായ ഒരേ ഒരു കണ്ടസ്റ്റന്റാണ് ഡോക്ടർ റോബിൻ. സീസൺ 4 അവസാനിച്ചിട്ടും സീസൺ 5 ആരംഭിക്കുമ്പോഴും അതേ ലൈം ലൈറ്റിൽ തന്നെ നിൽക്കാൻ കഴിഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഡോക്ടർ റോബിൻ. അത് വലിയൊരു അത്ഭുതമാണ്. ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടാനുള്ള കാരണം സീസൺ 6 ആരംഭിക്കാൻ പോവുകയാണ്. സീസൺ 6 ആരംഭിക്കാൻ പോകുന്ന ഈ സമയത്തും കഴിഞ്ഞ ദിവസം ഡോക്ടർ റോബിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു വീഡിയോയാണ് ഇങ്ങനൊരു വീഡിയോ ഇടാനുള്ള കാരണം ഇപ്പോഴും അദ്ദേഹം ലൈം ലൈറ്റിൽ തന്നെയാണ്. നിരവധി ക്യാമറകളാണ് ഇന്നും ഡോക്ടർ റോബിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ഒരു മാര്യേജ് ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോയ ഡോക്ടർ റോബിൻ്റെ പിന്നാലെ കൂടിയത് നിരവധി ക്യാമറകളാണ്. അതിനർത്ഥം ഇന്നും താരപരിവേഷമുള്ള, കണ്ടന്റ് വാല്യൂ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഡോക്ടർ റോബിൻ എന്നുള്ളതാണ്. സീസൺ 4-ന് ശേഷം സീസൺ 5 ഉണ്ടായി. അതിൽ ഒരു ടൈറ്റിൽ വിന്നർ ഉണ്ടായി. അതിൽ നിരവധി കണ്ടസ്റ്റന്റുകൾ ഉണ്ടായി. പക്ഷെ അവരൊന്നും പിന്നീട് ലൈം ലൈറ്റിൽ കണ്ടില്ല. എത്ര വ്യത്യസ്തനാണ് ഡോക്ടർ റോബിൻ എന്ന മനുഷ്യൻ. നീണ്ട ഒരു വർഷക്കാലം ഉദ്ഘാടനങ്ങൾ കൊണ്ടും പ്രോഗ്രാമുകൾ കൊണ്ടും കളത്തിൽ നിറഞ്ഞു വന്നു. പക്ഷെ പിന്നീട് കണ്ടത് ഒരുപാട് ഹേറ്റേഴ്സിനെ സമ്പാദിക്കുന്നതാണ്. ഡോക്ടർ റോബിനെതിരെ നിരവധി നെഗറ്റീവ് വീഡിയോകൾ യൂട്യൂബിൽ വന്നുകൊണ്ടേയിരുന്നു. ഡോക്ടർ റോബിനെ ആക്രമിക്കുന്ന നിരവധി ശത്രുക്കളുണ്ടായി. ആ സമയത്ത് ചിലരുടെ സമ്മർദ്ദം മൂലമെങ്കിലും ഡോക്ടർ റോബിൻ പിന്നോട്ട് പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ വിധി എഴുതിയത് ഡോക്ടർ റോബിൻ ഇനിയില്ല, ഡോക്ടർ റോബിൻ്റെ യുഗം അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സമയത്താണ് സീസൺ 6 ആരംഭിക്കുമ്പോഴും അതേ ലൈം ലൈറ്റിൽ തന്നെ ഈ ഡോക്ടർ റോബിൻ നിൽക്കുന്നത്. ഏഷ്യാനെറ്റിൻ്റെ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിൻ്റെ എല്ലാ സീസണുകളിലും വെച്ച് എന്നും ഒരു മഹാത്ഭുതം തന്നെയാണ് ഡോക്ടർ റോബിൻ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോഴും നെഗറ്റീവ് കമൻറ്റുകൾ കൊണ്ട് പിന്തുടരുന്നവരുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോഴും ഡോക്ടർ റോബിൻ ലൈം ലൈറ്റിലാണ്. ഡോക്ടർ റോബിൻ്റെ മാര്യേജാണ് ഇനി അടുത്തതായി വരാൻ പോകുന്നത്. റോബിൻ്റെയും ആരതിപ്പൊടിയുടെയും എൻഗേജ്മെൻറ്റിൻ്റെ ലൈവ് കവർ ചെയ്ത ഓർമ്മ ഇപ്പോഴും എനിക്കുണ്ട്. ഈ തമ്പനയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ലൈവ് കാണാൻ എത്ര ആളുകളാണ് കാത്തിരുന്നത് എന്നത്. അന്ന് ആ വിവാഹ സ്റ്റേജിൽ മാധ്യമങ്ങളെ കൊണ്ട് നിറഞ്ഞു. പുറത്തുള്ളവർക്ക് ഒന്നും കാണാൻ കഴിയാത്ത തരത്തിൽ സ്റ്റേജിന് ചുറ്റും മാധ്യമങ്ങൾ നിരന്നപ്പോൾ നിരവധി വിവാദങ്ങൾ അന്നുമുണ്ടായി. ഇനി വരാൻ പോകുന്ന വിവാഹത്തിനും ഇതുപോലെ തന്നെ മാധ്യമങ്ങൾ പിന്തുടരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഡോക്ടർ റോബിനും ആരതിയുമൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ റോബിൻ്റെയും ആരതിപ്പൊടിയുടെയും വിവാഹ ജീവിതത്തിന് എല്ലാ ആശംസകളും നേരുന്നു.